നിങ്ങളുടെ വീടെന്ന സ്വപ്നം ഇനി കാറ്ററിംഗിന്റെ ഫീൽഡ് കൺസ്ട്രക്ഷൻ ഇന്ത്യയിലാണ് എക്സ്റ്റീരിയർ ഡിസൈനിങ് ഫർണിഷിംഗ് ആൻഡ് കംപ്ലീഷൻ വർക്ക്. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിന്ന് കൊച്ചിയും ഞാനും വന്നിക്കണു. നിങ്ങൾക്കൊക്കെ സന്തോഷല്ലേ? ഞങ്ങൾക്കും നല്ല സന്തോഷാണ്. അപ്പോ ആദ്യമായിട്ട് കുമ്പങ്ങാട് തറവാട്ടില് മൂത്ത ആളല്ലേ സംസാരിക്കണ്ടേ അല്ലേ? അപ്പൊ കൊച്ചേ ഒരു 2 വാക്ക് സംസാരിച്ചു. ഒരു നീട്ടിയ സ്ഥലം നമസ്കാരം. എന്തായാലും MIS UP സ്കൂളിന്റെ ഇനാഗ്രേഷൻ അല്ല 42ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച ഈ നാട്ടിലുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. സത്യമാണ്. അതിനോട് കൈയടിച്ചു അതിന് യഥാർത്ഥം അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഇവരൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത്. ശിക്കോ വേറെ ചോദിക്കാറുണ്ട്. അപ്പോ ടച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ലോകത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവും? ഉണ്ടാവില്ല. അത് നമ്മളെ ഈ ഏരിയ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ കൊടുക്കുന്നത് അല്ലേ? ആ തല്ലല്ലത് അതല്ലല്ലത് ഇവിടെ കൊടുത്താലോ? എന്താ നിങ്ങൾക്ക് തല്ലണ ഇഷ്ടം തന്നെ? ഏതായാലും എത്ര ആൾക്കാർ നോക്കില്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എത്ര പേരാണ്. എത്ര പേര് കാണുകയും ഒരടി കൊടുക്കണോ എന്താണ് കൊടുക്കാൻ. ഇവരുടെ കുറച്ച് ആരാധകരുണ്ട്. ഈ വയസ്സായ വല്യമാരുണ്ടല്ലോ, അത് പിന്നെ ആൾക്കാർ ശരിക്കും വരെ തല്ലുന്നത് വലിയ ഇഷ്ടമല്ല. കുറെ ആൾക്കാരുണ്ടാവില്ല, എന്തിനാ മലയെ അതിനെങ്ങനെ തല്ലണോ പുറത്തൊക്കെ കൈകൾ ചേർന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരുപാട് വല്യമാരുണ്ട്. അതൊക്കെ ഇന്ന ഇഷ്ടമുള്ളവരാണ്. ഇവരെ തല്ലണ എന്താണ് അവനവന്റെ പെരീത്തപ്പന്മാരടുത്തൊന്ന് വാങ്ങിട്ടോ. അവർ പറഞ്ഞ് കാണിക്കണം. അവര് ലൈവായിട്ട് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്നും കൊടുത്താലോ? കണ്ടോ കൊടിക്ക് പോയാട്ടാണ് കൊടുക്കലോ? അവൻ കൊടുക്കാം. ഇത് നേരത്തെ ചോറ് കൊടുക്കണ പോലെയാണല്ലോ. കൊടുക്കല്ലേ കൊടുക്കല്ലേ അടിയാണ്. വേദന ചെറുതായിട്ട് മെല്ലെ ഉണ്ടാവുള്ളൂ. നമുക്ക് കൊടുക്കണമെന്നുള്ള ഒരു കയ്യടി നോക്കാം. നമുക്ക് ഈ ഒറ്റന്റെ മോട്ടം കൊടുക്കാനല്ല കൂടുതൽ കേട്ടെ. കൂടുതലും കയ്യടി രണ്ടും നല്ല ശക്തിയിലാണ്. അപ്പൊ അതിനാലും നമുക്ക് കൊടുക്കാം നമുക്ക്. അപ്പൊ സ്കൂളിലൊക്കെ വന്നിട്ട് നമ്മള് സംസാരിക്കാൻ, നമ്മൾ ഈ സ്കൂളില് നമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കൊരു സ്റ്റേജ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പേടിയായിരുന്നു. ഒന്നാമത് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് സ്റ്റേജിൽ കയറാൻ പാട്ടും മിമിക്രി അതേമാതിരി എന്തോ നാടകം അങ്ങനത്തെ കളിക്കൊക്കെ കയറുന്നല്ലാതെ ഇതേപോലെ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതിന് പ്രചോദനം തന്നത് നിങ്ങൾ തന്നെ അല്ലേ? ഓരോ പ്രോത്സാഹനം ഇല്ലാതെ നമ്മളോട് നിൽക്കൂല ഇത്ര ധൈര്യത്തില്. കണ്ട ആൾക്കാരെ കണ്ടുകാരെ മുട്ട് പറക്കൂലേ? പിന്നെ അതാണ് സ്റ്റേജിൽ ഒരാൾ കയറിയോണ്ട് സംസാരിച്ച ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കച്ചൊന്നിച്ചാണ്. ഇവിടെ വന്നു പറയാണ് ഒരു എത്തിയാക്കണ്ടേ? അതുദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ ഒരു കാര്യം നമ്മൾ അനുഭവത്തിന് കളിച്ചതിന് പറയാം. സ്കൂളിന്റെ പരിപാടി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചോളൂ മക്കളെ. സത്യം പറയാം, പഠിക്കാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. ഇപ്പൊ ഇത് അനുഭവിക്കുള്ളൂ എന്ന് എനിക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്നുണ്ട്. സത്യം പറയാം. അല്ല അന്റെ പിന്നെ തല്ലിട്ട് ഇങ്ങനെ പോയാൽ മതി. അതോ മാറിയല്ലോ. പഠിച്ചാത്തിന്റെ സങ്കടം ഇല്ലോ. പഠിപ്പ് ഒരാൾക്ക് ഏറിയിട്ടുള്ള കേടുണ്ടാവില്ല. ഞാൻ പഠിച്ചു 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 എന്ന് പറഞ്ഞാൽ പഠിച്ചോ? പഠിച്ചൂല. പക്ഷെ പഠിക്കോ? അവനവന്റെ സ്വാതന്ത്ര്യം അത് കൊടുത്തിട്ട് എന്റെ കുട്ടി ഒന്ന് പഠിച്ചാണ് കാണട്ടെ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാ ഒരു ഇരുന്ന് എത്രയാണ്
ഞാൻ എടുത്തിട്ട് നോക്കില്ല മറ്റേതെന്താണ് ഇവരൊക്കെ ശരിയല്ല. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കാത്തതിന്റെ സങ്കടം എനിക്കുണ്ട്. നമ്മൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു ടീച്ചർമാർ പറഞ്ഞിട്ട് പൊട്ടിയിട്ട് അറിയും ഇതെന്താ ചന്തേ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ അറിഞ്ഞോ നാളെ നിങ്ങൾ ഇതിനെ അനുഭവിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടിക്കണം അങ്ങനെ ഡയലോഗ് നല്ലോണം ഇപ്പൊ അത് അനുഭവിക്കുന്നുണ്ടാവും. ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഞാൻ പറഞ്ഞത്. നല്ലോണം പഠിച്ചോളി. പഠിപ്പിന് യാതൊരു റീൽസുകൾ പിന്നെ കണ്ടാലും കുഴപ്പമില്ല.